നമസ്കാരം. അൾട്രാ വയലറ്റ് ടെസറാക്റ്റിന് ഒരു എതിരാളി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതുപോലെയുള്ളൊരു കിടിലൻ ലുക്കിലും മികച്ച സ്മാർട്ട് ഫീച്ചേഴ്സിലും നല്ല പവറിലും ഡീസന്റ് റേഞ്ചിലും അതിനനുസരിച്ചുള്ള വിലയിലുമാണ് കീവേ ഹൈപ്പ് വോൾട്ട് R എന്ന ഇലക്ട്രിക് മാക്സി സ്കൂട്ടറിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. കീവേ എന്ന ഗ്ലോബൽ മോട്ടോ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ട് കാണും. 1999 ഹംഗറിയിലാണ് ഈ കമ്പനി സ്ഥാപിച്ചതെങ്കിലും ചൈനയിലെ ക്വാൻ ജിയാങ് ഗ്രൂപ്പിനാണ് ഇപ്പോൾ ഇതിന്റെ ഉടമസ്ഥാവകാശമുള്ളത്. ഇത് ബെനലിയുടെ പാരന്റ് കമ്പനിയാണ് കേട്ടോ. ഈ കീവേ എന്ന കമ്പനി ഹൈപ്പ് വോൾട്ട് R എന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല. ആദിശ്വർ ഓട്ടോ റൈഡ് ഇന്ത്യ എന്നൊരു കമ്പനി ഇത് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഇവര് തന്നെയാണ് ബെനലിയും ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്കും സ്മാർട്ട് ഫീച്ചറുകളും വിലയും എത്രയാണെന്ന് നോക്കാം. 6 കിലോവാട്ട് റേറ്റഡ് പവറും 12 കിലോവാട്ട് പീക്ക് പവറും 72 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മിഡ് ബെൽ ഡ്രൈവ് PMS മോട്ടോറാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എക്കോ, നോർമൽ, സ്പോർട്ട് എന്നീ 3 റൈഡിംഗ് മോഡുകളോട് കൂടി വരുന്ന ഹൈപ്പ് വോൾട്ടിന്റെ ടോപ്പ് സ്പീഡ് 115 km/h ആണ്. റൈഡിംഗ് മോഡുകൾക്ക് പുറമെ റിവേഴ്സ് മോഡുമുണ്ട്. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 2.3 സെക്കൻഡ്സ് മാത്രം മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇത് സൂപ്പർ ക്വിക്ക് ആണെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2.5 kWh അതായത് 72 വോൾട്ട് 35 Ah വരുന്ന 2 ലിഥിയം അയൺ NMC കെമിസ്ട്രിയിൽ വരുന്ന റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററി പാക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 5 kWh ബാറ്ററി പാക്ക്. 17 കിലോഗ്രാമാണ് ഓരോ ബാറ്ററിയുടെയും ഭാരം വരുന്നത്. ഈ 5 kWh ബാറ്ററി പാക്ക് ഫുൾ ചാർജ് ചെയ്താൽ 180 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ഒരു 130 കിലോമീറ്ററിനടുത്ത് ട്രൂ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, അതായത് 5 kWh ബാറ്ററി പാക്ക് ഉണ്ടായിട്ടും എന്താണ് ഇത്ര കുറഞ്ഞ റേഞ്ച് എന്ന്. നമുക്കറിയാം, വണ്ടിയുടെ പെർഫോമൻസ് കൂടുന്തോറും, അതായത് മോട്ടോർ പവറും അതുപോലെ തന്നെ ടോർക്ക് എല്ലാം കൂടുന്തോറും വണ്ടിയുടെ റേഞ്ചും കുറയും. ഈ വണ്ടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതൊരു മികച്ച പെർഫോമൻസ് നൽകുന്നൊരു വണ്ടിയാണ്. അതേപോലെ ഈ വണ്ടിക്കൊപ്പം ലഭിക്കുന്ന 7 കിലോവാട്ട് ഓഫ് ബോർഡ് ചാർജർ ഉപയോഗിച്ച് ബാറ്ററി നമുക്ക് 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 3 മണിക്കൂർ മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വണ്ടിയുടെ ഡിസൈനിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എന്തായാലും വളരെ നീളമുള്ളൊരു സീറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതൊരു മാക്സി സ്കൂട്ടർ ലുക്കിലാണ് ഇറങ്ങുന്നതെങ്കിലും ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര ബൾക്കി അല്ല. കുറച്ച് സ്ലീക്ക് ആയിട്ടുള്ളൊരു എയറോഡൈനാമിക് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 140 കിലോഗ്രാമാണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത്. 770 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റും അതേപോലെ 130 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിറകിൽ ഡുവൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ് കോയിൽ സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളോട് കൂടി വരുന്ന ഈ വണ്ടിക്ക് ഡുവൽ ചാനൽ ABS-ഉം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടയറിന്റെ സൈസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സെക്ഷൻ 100/80 14 ഇഞ്ചസ് മുന്നിലും സെക്ഷൻ 120/70 14 ഇഞ്ചസ് പിറകിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച 2 റിമൂവബിൾ ബാറ്ററിയും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ ഈ മുൻവശത്ത് ആയതുകൊണ്ട് തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് 27 ലിറ്റേഴ്സ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ മുന്നിൽ 2 ചെറിയ യൂട്ടിലിറ്റി ബോക്സും നൽകിയിട്ടുണ്ട്. അതിൽ USB ടൈപ്പ് A ടൈപ്പ് C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ചസിന്റെ TFT സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, OTA അപ്ഡേറ്റ്സ്, പിന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. പിന്നെ ബേസിക് ആയിട്ടുള്ള ADAS ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇന്റലിജന്റ് ക്രൂസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ഹിൽ ഹോൾഡ്, ആന്റി തെഫ്റ്റ് അലാറംസ്, വാക്ക് അസിസ്റ്റ്. പിന്നെ ടയറിന്റെ പ്രഷർ നമുക്ക് സ്ക്രീനിൽ കാണാം. അതിന് TPMS എന്നാണ് പറയുന്നത്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. പിന്നെ വണ്ടി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, കീലെസ് ആണ്. അങ്ങനെ ഒരുപാട് സ്മാർട്ട് ഫീച്ചറുകൾ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ്, പ്ലാറ്റിനം ഗ്രേ എന്നീ 2 കളറുകളിൽ ഇറങ്ങുന്ന ഈ വണ്ടിയുടെ എക്സ് ഷോറൂം വില 1,99,000 രൂപയാണ്. ടാക്സും ഇൻഷുറൻസും രജിസ്ട്രേഷനും എല്ലാം അടക്കം ഓൺ ദ റോഡ് വില നമ്മൾ ഏകദേശം 2,20,000 രൂപയ്ക്കടുത്ത് കൊടുക്കേണ്ടി വരും. ഈ വണ്ടിയുടെ വാരണ്ടിയെ കുറിച്ചൊന്നും കമ്പനി എവിടെയും പറഞ്ഞതായിട്ട് കണ്ടില്ല. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ 5,000 രൂപ കൊടുത്ത് ഈ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഇപ്പൊ നിങ്ങൾ ആരും ഈ വണ്ടി ബുക്ക് ചെയ്യരുത്. ഇന്ത്യയിൽ ഇങ്ങനെയൊരു വണ്ടിയുടെ വിൽപ്പന തുടങ്ങിയത് കൊണ്ട് അത് നിങ്ങളെ
ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ആദ്യം നമുക്ക് ഇവരുടെ ഷോറൂമുകൾ കേരളത്തിൽ വരുമോ എന്ന് നോക്കാം. വന്നാൽ തന്നെ എത്ര പേര് ഇവരുടെ വണ്ടി വാങ്ങിക്കുമെന്ന് നോക്കാം. മികച്ച വണ്ടി ആണെങ്കിലും അല്ലെങ്കിലും വാങ്ങിച്ചവരിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചു കാലത്തിന് ശേഷം വണ്ടിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ കാത്തിരിക്കുന്നതാവും ബുദ്ധി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.